ഹൈ ഫ്രണ്ട്സ്, ഞാൻ വലിയറ. ഞാനിപ്പോൾ ഉള്ളത് താന്നൂര് കെട്ടിങ്ങലിലാട്ടാ. പരപ്പനങ്ങാടിയുടെയും താന്നൂരിൻ്റെയും ഇടയിലുള്ള കെട്ടിങ്ങൽ ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടില്ല, കെട്ടിങ്ങൽ പാലമാണത് കാണുന്നത്. ഇവിടെ നിറയെ ആളുകളുണ്ട്. ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ? ഇപ്പോൾ സമയം ഏകദേശം 5 മണിയാണ്. ഇവരെ ഇപ്പോൾ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വന്ന് നിൽക്കുന്നവരല്ല. ഇവരൊക്കെ ഇന്ന് നോമ്പ് പറക്കാനായിട്ട് വന്നവരാണ്. ഈ കാണുന്ന എല്ലാവരും ഇന്ന് ഈ കെട്ടിങ്ങൽ ബീച്ചിൽ നോമ്പ് തുറ നടത്താനുള്ള വിവിധ സാധനങ്ങളുമായിട്ടൊക്കെ വന്ന് റെഡിയായി നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ വല വീശാൻ വന്നതാണ്. വല വീശൽ മാത്രമല്ല, ഇത് കണ്ടില്ലേ, നോമ്പ് തുറക്കാൻ ആവശ്യമുള്ള സാധനങ്ങളുമായിട്ട് എല്ലാം കൂടെ ഞങ്ങൾ ഏകദേശം ഒരു 20 പേര് വന്നതാട്ടാ. നാട്ടിൽ നിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ലീവായപ്പോൾ മീൻ പിടിക്കാനും അതുപോലെ തന്നെ ഇവിടെ കെട്ടിങ്ങലിൽ വെച്ചൊരു നോമ്പ് തുറ നടത്താനും എന്ന പ്ലാൻ ചെയ്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ഇതാകണം. ഞങ്ങൾ നോമ്പ് തുറ നടത്തുന്ന സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ ആദ്യം കരുതിയത് കാര്യമായിട്ട് ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇവരെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നൂറുകണക്കിന് ആളുകളാണ് ഇന്നിവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. ഞങ്ങൾ ചളിയാകാതിരിക്കാൻ ഒരു ഷീറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് ലൈറ്റുകളുടെ അലങ്കാരവും മറ്റു വെറൈറ്റി പല പരിപാടികളുമായി വിവിധ ആളുകളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ചെറിയ ഫാമിലികളായിട്ടും വലിയ കൂട്ടുകുടുംബമായിട്ടൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് നോമ്പ് തുറക്കാൻ. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് സ്ഥലം പിടിച്ച് നോമ്പ് തുറക്കുള്ളതൊക്കെ ഒരുക്കുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അവിടെ നോമ്പ് തുറക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ റെഡിയായി. അടുത്തതായിട്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ള പാത്രങ്ങളും വെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ 6:30 ആയിട്ടുണ്ട്. കടപ്പുറത്ത് നിന്നാൽ സമയം പോകുന്നത് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കാറ്ററിങ്ങിൻ്റെ അടുത്ത് നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിരുന്നത്. ഒക്കെ ഇതൊക്കെ ആയിരുന്നു. 2 ജ്യൂസുകളും അതുപോലെ തന്നെ 3 പൊരിക്കടികളും ഫ്രൂട്ട്സുകളുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ കുഴിമന്തിയും അൽഫാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത്. ഇതാണ് ഞങ്ങൾ വന്ന എല്ലാവരുടെയും ഒരു ഫോട്ടോ. അങ്ങനെ നോമ്പ് പറന്നുട്ടാ. ബാങ്ക് കൊടുക്കുന്നതൊന്നും ഇങ്ങോട്ട് കാര്യമായിട്ട് കേൾക്കുന്നില്ലായിരുന്നു. അപ്പോൾ സമയമൊക്കെ ഏകദേശം മനസ്സിലാക്കി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തൊക്കെയാണ് നോമ്പ് പറന്നത്. കണ്ടില്ല, അപ്പോഴും മറ്റു സൈഡിലൊക്കെ ആളുകളിങ്ങനെ അവരുടെ ടെൻറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാട്ടാ. ഒരു 20-ലേറെ ടെൻറ്റുകൾ ഇതിൻ്റെ ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. അതിൽ പല രസകരമായി തോന്നിയത് വീട്ടിലെ ഇൻവേർട്ടർ കൊണ്ടുവന്നൊക്കെയാണ് ലൈറ്റ് സിസ്റ്റം ഒരുക്കിയത്. അതുപോലെ തന്നെ നിരവധി പേര് ജനറേറ്ററുകൾ കൊണ്ടുവന്ന് ലൈറ്റ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്തായാലും ഒരു വെറൈറ്റി സംഗതിയായി പോയി. അപ്പോൾ ഇരുട്ടാകുന്നതോട് കൂടിയാണ് ഇവിടുത്തെ ശരിക്കുള്ള കാഴ്ച. ഇതാ കണ്ടില്ലേ, അതൊക്കെ ഒറ്റ ടെൻ്റല്ല, വ്യത്യസ്തമായ ടെൻറ്റുകളാട്ടാ. ഒരു 10 പേര്, 20 പേര്, 30 പേരൊക്കെ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ ടീമുകളാട്ടോ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഇവിടേക്ക് കെട്ടിങ്ങലിലേക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ മാത്രമുള്ളായിരുന്നു, ആണുങ്ങൾ മാത്രമുള്ള ടീം. മറ്റേതൊക്കെ ഫാമിലി ആയിരുന്നു കേട്ടോ. കൂടുതലും പെണ്ണുങ്ങളായിരുന്നു. അതായത് ഫാമിലിയിലെ കുടുംബസമേതം വന്നതായിരുന്നു എല്ലാവരും. എന്തായാലും ഇതൊക്കെ നല്ലൊരു അനുഭവമായി. കണ്ടില്ലേ, അതൊക്കെ നല്ല അടിച്ച് പൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓരോ ആളുകൾ ജനറേറ്ററൊക്കെ കൊണ്ടുവന്നാണ് ഇതിലേക്ക് വെളിച്ചം സപ്ലൈ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടെൻറ്റ്. ഇതിൽ ഏകദേശം 50-ലേറെ പേര് ഇന്ന് ഉണ്ടായിരുന്നു. ഇതൊരു ഫാമിലിൻ്റെ ടെൻ്റായിരുന്നു കേട്ടോ. ചെറിയൊരു ഫാമിലിൻ്റെ 10-ലേറെ 10ഓളമുള്ള ഒരു ഫാമിലി ടെൻ്റായിരുന്നു.